അപ്പൊ ഈ പുതിയ സിനിമ ഈ പറഞ്ഞ പോലെ ആന്തോളജി സിനിമ, അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കാനുള്ളത് എല്ലാവരെയും ഒന്നിപ്പിച്ചു. അപ്പൊ ഇനി ഇതിനൊരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഇതിന് ഫണ്ട് വേണമല്ലോ. അപ്പൊ അതെങ്ങനെയാണ്? ഷോർട്ട് ഫിലിം ചെയ്യുന്ന പോലെയല്ല. എന്താണ് ഇത്? പിന്നെ ഷോർട്ട് ഫിലിം തന്നെയല്ലേ? അല്ല എങ്കിലും ഇതിനകത്ത് ഞങ്ങൾക്ക് ഇതിന്റെ അതിനെ നമ്മൾ എന്തെല്ലാം ഞാൻ പറഞ്ഞ ഇതിനകത്ത് എലിമെന്റ്സ്, യു ടേക്ക് ആൻ എലിമെന്റ്സ്, എനിക്ക് ഓരോന്ന് തീർത്താൽ മതി. മനസ്സിലായ? ഞാൻ ഒരു ഷോർട്ട് ഫിലിം ഒരാളുടെ സിനിമ 25 മിനിറ്റിൻ്റെ തീർക്കുന്നതും അതിന് വേണ്ട എൻ്റെ എന്തെല്ലാം സാമഗ്രികൾ എനിക്ക് വേണം അത് എൻ്റെ കയ്യിലുണ്ട്, എക്യുപ്മെൻറ്റ്സ്. അതിനാവശ്യമുള്ള നമുക്ക് വന്നുള്ള കോസ്റ്റ്യൂംസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സ്പോൺസേഴ്സ് ഉണ്ട്. അതിൻ്റെ പിന്നെ വരുന്ന ചിലവ് ഫുഡാണ്, അത് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. എനിക്ക് അതിൻ്റെ ടെക്നിക്കിലുള്ള ആൾക്കാർ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ആവശ്യമുള്ളതിനകത്തേക്കുള്ള അതിൻ്റെ ചിലവുകൾക്കെല്ലാം വന്നിട്ടുള്ള നമുക്ക് കുറേ നമ്മളുള്ള സ്പോൺസേഴ്സുകളെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതിലാണ്. പിന്നെ ഞാൻ കൊടുക്കേണ്ടത് ഇതിനകത്ത് അഭിനേതാക്കളുള്ള കാശാണ്. അതുണ്ടാക്കാനുള്ള വഴിയും നമുക്കറിയാം. ഒരു സിമ്പിൾ പരിപാടിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായ? കാരണം ഞങ്ങൾ സ്മോളായിട്ട് പിരിച്ചു, ഒറ്റയടിക്കല്ല. ഞാൻ വലുതാക്കുകയാണെങ്കിൽ മാത്രമാണ് എനിക്ക് വന്നിട്ട് ഞാനിപ്പോൾ ഒരു സിനിമ എടുത്താൽ എനിക്ക് ആ ഒറ്റ സിനിമ തീർക്കാൻ എനിക്ക് 25 മിനിറ്റോടെ എൻ്റെ സിനിമ കഴിഞ്ഞു. അതിനെ വളരെ കറക്റ്റായിട്ട് പ്രാക്ടിക്കലായിട്ട് കണ്ടു എല്ലാവർക്കും ഗുണം കിട്ടുന്ന രീതിയിലേക്ക് ഞാൻ അതിനകത്തേക്ക് വന്ന് വീഴപ്പോഴാണ് നമ്മളിത് ലോഞ്ച് ചെയ്തത്. അതിന് കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇത്തരം മിനിറ്റുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ യൂണിറ്റായിട്ട് നമുക്ക് വന്നിട്ട് അതിനെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് 5 സിനിമ തുടങ്ങുമല്ലോ 5 സ്ഥലത്ത്. അപ്പോൾ ഒന്ന് കഴിഞ്ഞു അതിനകത്തുണ്ടാകുന്ന കാര്യങ്ങളെ മുഴുവൻ നമുക്ക് തീർക്കാൻ പറ്റുന്നു. ഓരോന്ന് കഴിഞ്ഞ് നമ്മൾ ചെയ്തു പോകുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സിനിമകൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന അതിനകത്ത് ആദ്യത്തെ നമ്മുടെ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് നമുക്ക് ഏറ്റവും വലിയ കിട്ടുന്ന പറഞ്ഞാൽ നമ്മൾ പുതിയ പിള്ളേർക്ക് നമ്മൾ ഒരുപാട് ചാൻസ് കൊടുക്കുന്നുണ്ട്. അവരുണ്ട്, നമ്മളിൽ എക്യുപ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയിരിക്കുന്നു, ഒരു ലോ ബഡ്ജറ്റ് സിനിമ ഉണ്ടാക്കിയിരിക്കുന്നു, അതിൻ്റെ എല്ലാ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റും ഞങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കും. അതാണ് ഞാൻ പഠിച്ചത്. അതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതും എങ്ങനെ വന്ന് ഒരു ലോ ബഡ്ജറ്റിൽ ഒരു ഗറില്ല ടൈപ്പ് സിനിമ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മളൊരു ഭയങ്കര കൊമേഴ്സ്യൽ സിനിമയല്ലല്ലോ എടുക്കുന്നത്. നമ്മൾ കലാമൂല്യമുള്ള ഫാമിലി സ്റ്റോറീസ് എടുക്കുന്നത്. ഇന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ഫാമിലി സ്റ്റോറീസ് എടുത്തത്? ഇന്ന് അതാണ് ആവശ്യം. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ അതിനെ ശരിക്കും മനസ്സിലാക്കുന്നില്ല. സിനിമ ഒരു എഡ്യൂക്കേറ്ററും കൂടിയാണ്, അറിയാമോ? നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അറിയാതെ ഇന്ന് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മളുണ്ടാവുന്ന ഒരു ഭയങ്കര കാര്യമാണ്. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇതെന്താ തന്ത വൈബാണോ അല്ലെങ്കിൽ അങ്കിൾ വൈബാണോ എന്നൊരു ചോദ്യത്തിലോടുകൂടി അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് പോകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോവുക. അതിലുപരി വന്നിട്ടുള്ളതിനകത്തേക്ക് നമ്മൾ അങ്ങനെയല്ല വളർന്നത്. നമ്മളതല്ല. ദർ വാസ് എ ജനറേഷൻ ഗ്യാപ്പ് എവ്രി ടൈം. ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്ന ജനറേഷൻ ഗ്യാപ്പ് നിങ്ങളുടെ കാലത്തുണ്ട്. മനസ്സിലായ? ആ ജനറേഷൻ ഗ്യാപ്പിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അന്യോന്യം പ്രവർത്തിക്കുക എന്നുള്ളൊരു രീതിയാണ്. ഇപ്പോൾ എന്താണ് എല്ലാവരുടെയും ആകുലത? നമുക്കിപ്പോഴത്തെ ഏറ്റവും വലിയ കോമൺ പ്രോബ്ലം എന്താ? ഞാൻ പറയണ്ട, നിങ്ങൾ പറയൂ. എന്താണ് ഇപ്പോഴത്തെ നമ്മൾ ഫേസ് ചെയ്യുന്ന കോമൺ പ്രോബ്ലം? സൊസൈറ്റിയിലാണോ? സൊസൈറ്റിയിൽ ഇപ്പോൾ ആക്രമണം, ഡ്രഗ്സ്, ഇതൊക്കെയാണല്ലോ പേപ്പർ എടുത്ത് കഴിഞ്ഞാൽ കാണുന്ന പ്രശ്നം. ഇതൊക്കെയാണ് കറക്റ്റ്. നിങ്ങൾ പറ, ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ പറ, എന്താണ് ഇന്നത്തെ പ്രോബ്ലം? ബന്ധങ്ങൾ കുറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ ഇല്ല ആളുകൾ തമ്മിൽ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ഞങ്ങൾ അതിന് ഫാമിലി സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനടുത്താണ്. ഒരുപാട് നീട്ടിയൊന്നും പറയാതെ ചെറിയ രീതിയിൽ ചെറിയ 5 ഫാമിലിയുടെ കഥ പറയുന്നു. ആദ്യത്തെ സിനിമ കൊച്ചി ബേസ് ആയിട്ടുള്ള 5 ഫാമിലിയുടെ വ്യത്യസ്തമായ ഫാമിലിയുടെ പ്രശ്നങ്ങളെ നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ ഒരു കഥാരൂപത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നു. ഈ കഥകൾ തിരഞ്ഞെടുക്കലും അതൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ കൂട്ടായിട്ട് അതിനകത്ത് സംവിധായകർക്കറിയാം. അതാത് സംവിധായകരാണ് അതിൻ്റെ ചുമതലകൾ. പുറത്തുനിന്ന് ക്ഷണിക്കുന്നുമുണ്ട്. അവർക്ക് താല്പര്യം എഴുതുന്നവർ ചിലത് എഴുതും. മാക്കാട്ടൻ അദ്ദേഹത്തിൻ്റെ കഥ എഴുതും. അദ്ദേഹം എഴുത്തുകാരനായതുകൊണ്ട് അദ്ദേഹത്തിന് കംഫർട്ടബിൾ അതാണ്. ബട്ട് ചിലർ നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നവരുണ്ട്, ഡയറക്ടേഴ്സിനെ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സിനിമ പുറത്തുനിന്ന് കോൾ ഫോർ ചെയ്യുന്നുണ്ട്. നമുക്ക് തിരക്കഥ പുറത്തുനിന്ന് കിട്ടിയാലും നല്ലത് കിട്ടിയാലും നമ്മളത് കൊടുക്കും. നമുക്ക് ഒരു സിനിമ മാത്രമല്ല, നമ്മൾ ഇത് 3 സിനിമകൾ വരുമ്പോൾ 15ഓളം കഥകൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാ ഡയറക്ടേഴ്സും വന്നിട്ടുള്ള അങ്ങനെയല്ല. നമ്മൾ ഇതിലൂടെ നിർത്താനല്ല അതിന്. കാരണം ഇതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്, ഒരു ബാക്കപ്പ് ഓഫീസ് അടക്കം ഒരു കംപ്ലീറ്റ് എക്യുപ്മെൻ്റ് ഉള്ള ഒരു സംഭവത്തിനാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. അത് ഈ പറയുന്ന ഫാമിലി സ്റ്റോറീസിൻ്റെ പേരിൽ നമ്മൾ ഇഷ്ടംപോലെ സിനിമകൾ എടുക്കാൻ പോകാം.
ഫാമിലി സ്റ്റോറീസ് കൊച്ചി, ഫാമിലി ലൈക്ക് ഇപ്പോൾ ജോൺ വിക്ക് എത്രയുണ്ട്, 1, 2, 3 അങ്ങനെ ഉണ്ടായി. അതേപോലെ തന്നെ ഫാമിലി സ്റ്റോറീസ് വന്ന്, ഫാമിലി സ്റ്റോറീസ് കോഴിക്കോട്, ഫാമിലി സ്റ്റോറീസ് തിരുവനന്തപുരം, അങ്ങനെയുണ്ടല്ലോ നോർത്തേൺ കേരള, മധ്യ കേരളം, അങ്ങനെ ഇഷ്ടംപോലെ നമ്മുടെ കൾച്ചറെല്ലാം അതിലൂടെ വരാൻ പറ്റും. നമ്മളെന്താ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വ്യത്യസ്തമായ ഭാഷകളിലും സ്ലാങ്ങുകൾ, ഭാഷയല്ല ലൈക്ക് സ്ലാങ്ങിലും ഭക്ഷണ രീതിയിലും നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളീസ്. ശരിക്കും നമുക്കെല്ലാം ഉണ്ട്, ആ കൾച്ചറുണ്ട്, ഡിഫറെൻറ്റ് കൾച്ചറുണ്ട്, ഡിഫറെൻറ്റ് നമ്മുടെ എല്ലാ പ്രവർത്തിയും നമ്മുടെ കൾച്ചറൽ ആക്ടിവിറ്റിയിലല്ല, ഉത്സവങ്ങളിലായാലും അതിൻ്റേതായ വ്യത്യസ്തതകളുണ്ട് എല്ലാ രീതിയിലും. അപ്പോൾ നമ്മൾ അതിനകത്ത് സിനിമയിലൂടെ നമ്മളെ തിരിച്ചറിയാവുന്ന കൂടിയുള്ള ഒരു ദൗത്യം കൂടിയുണ്ട്. നമ്മൾ കലാമൂല്യമുള്ള ലോ ബഡ്ജറ്റ് സിനിമ, അപ്പോൾ നമുക്ക് വലിയ പൈസയൊന്നും, നമ്മൾ ഇതിനകത്ത് നിന്ന് നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ് നമ്മുടെ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് നിന്ന് പൈസയൊക്കെ നമ്മളൊരു പ്രോഫിറ്റ് ഇല്ല, അതിനകത്ത് കിട്ടുന്നത് ഷെയർ ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ്. ആദ്യത്തെ ഷെയറിങ് നമ്മൾ വന്നിട്ട് ആക്ടേഴ്സിന് ചെയ്യുന്നു. വരും കാലത്തിൽ അതിനകത്ത് ടെക്നീഷ്യൻസിനെ എല്ലാവർക്കും കൂടി കൂടുതൽ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിനെ ഉണ്ടാക്കിയെടുക്കുന്നു. നമ്മുടെ ജോബ് എന്താണ്, ഇതിന് വരുന്ന ഒരു ബാക്കപ്പ് ഓഫീസ് നല്ല സംഭവത്തിനുള്ള മീൻസ് ഹൈടെക് ആക്ച്വലി. ഇപ്പോൾ ഞാൻ AI ബേസ്ഡ് ചെയ്തായിട്ടുള്ള അതേപോലെ തന്നെ ന്യൂറോ സിനിമാറ്റിക് എന്ന് പറയുന്ന നമ്മുടെ ഒരു പുതിയ സബ്ജക്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു പുതിയ തിയറിയിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻ്റഗ്രേറ്റഡ് സിനിമാറ്റിക് തിയറി എന്ന് പറയുന്നത്. ലൈക്ക് അങ്ങനെ ടെക്നോളജി നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിച്ച പുതിയ ആശയങ്ങളുള്ളവരെ നമ്മൾ ഇതിനകത്തേക്ക് കൂട്ടുന്നു, ഇവരുമായിട്ട് മിക്സ് ചെയ്യുന്നു. നമ്മൾ അതിനകത്തേക്ക് എല്ലാവരും അവർ തന്നെയാണ് ജോലി ചെയ്യുന്നതും എല്ലാം. അപ്പം നമുക്ക് ഒരുപാട് കോസ്റ്റ് റിഡക്ഷൻസ് ഇതിനകത്ത് ഉണ്ടായിട്ട് ക്വാളിറ്റി സിനിമയിലേക്ക് എന്ത് നമ്മൾ ചെയ്യുന്നു അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് നമുക്ക് ഈ സിനിമയുടെ ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പ്രൊഫൈൽ ക്വാളിറ്റി സിനിമകൾ. കാരണം അത് നമുക്കറിയാൻ പറ്റും, അത് നമ്മൾ ചർച്ചയിലൂടെ കൊണ്ടുവരാൻ പറ്റും. ഇതിനകത്തുള്ളവരെല്ലാവരും സൂപ്പർ സിനിമ എടുത്തു. അപ്പോൾ സിബി മലയിലൊക്കെ വന്നിട്ട് പറഞ്ഞാൽ മലയാളം ഞെട്ടിക്കുന്ന സിനിമകൾ എടുത്താൽ കമൽ, സിബി മലയിൽ, പി ചന്ദ്രകുമാർ എല്ലാവരും വന്നിട്ട്. അതുപോലെ ഇതിനകത്ത് നമ്മളൊരു പ്രൊഡ്യൂസറായിട്ട് സുരേഷ് കുമാർ ഇതിൻ്റെ അഡ്വൈസറി ബോർഡിലുള്ളത്. ഇവരുടെയൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യിക്കും നമ്മൾ അവസാന സമയത്ത് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കാരണം മലയാള സിനിമയിൽ 6-ാം തമ്പുരാൻ പോലത്തെ ഒരുപാട് സിനിമകൾ എടുത്തിട്ടുള്ള ഒരു മഹൽ വ്യക്തിയാണ് സുരേഷ് കുമാർ. നമ്മുടെ ടീം വളരെ സൂപ്പർ ടീമാണ് ഇതിനകത്ത് നമ്മൾ എടുത്തേക്കണം എല്ലാവരും. അപ്പോൾ അത്രയും വലിയ ടെക്നോളജി ആൾക്കാരുണ്ട്, നമ്മുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട് അതിനകത്തേക്ക്. അത് വർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ക്യാമറമാനാണ് പി സുകുമാറിൻ്റെ ആളുകൾ. അപ്പോൾ എൻ്റെ ജസ്റ്റ് സീനിയറാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. എനിക്ക് അന്ന് തൊട്ട് എൻ്റെ പരിപാടിയിലുണ്ട്. പി സുകുമാർ എൻ്റെ കൂടെ തുടക്കം പോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ്. അസിസ്റ്റൻ്റ് ആകുമ്പോൾ തൊട്ട് എനിക്ക് അറിയാവുന്നതാണ്, പി ചന്ദ്രകുമാറിൻ്റെ ബ്രദർ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യമാണ്. അതേപോലെ എൻ്റെ എല്ലാ ഫെസ്റ്റിവലിലും ഭാഗമായിരുന്ന ആൾക്കാരാണ് അരുൺ വർമ്മ. അപ്പം പഠിക്കുമ്പോൾ തൊട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ തന്നെ തൃപ്പൂണിത്തുറക്കാരനാണ്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ റസൂൽ പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു. തൊട്ട് ഞങ്ങളുടെ എല്ലാ ഫെസ്റ്റിവലിലെയും വർക്ക്ഷോപ്പുകൾക്കും പിള്ളേർ വിട്ടുതരും. അപ്പോൾ അതേപോലെ ഞാൻ ഇവിടെ എഴുതിയ 2007 സന്തോഷ് വർമ്മ ലിറിക്സ്, അദ്ദേഹമാണ് അന്ന് ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഇവിടുത്തെ ഗവൺമെൻറ് കോളേജിലെ പിള്ളേരെ കൊണ്ട് നമ്മളൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കി. 2007 ഇഫി കൊണ്ടേ കളിച്ചു. അതിൻ്റെ ലിറിക്ക് എഴുതി പാടിയത് സന്തോഷ് വർമ്മയാണ്. ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ഇവരെല്ലാം. നമ്മുടെ ഈ പറയുന്ന മൂവ്മെൻറ്റുമായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് വർക്ക് ചെയ്തവരാണ് ഇവരിൽ പലരും. എൻ്റെ എല്ലാ വർക്ക്ഷോപ്പുകളിലും പങ്കെടുത്താണ് മെക്കാർട്ടിൽ വന്നിട്ടുള്ളത്, ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഈസി ആയിപ്പോയി. എന്നെ സംബന്ധിച്ചോളം ഇത് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കത് എങ്ങനെ ഇത് സാധിച്ചു എന്ന് എന്നോട് ചോദിക്കുമ്പോൾ സജീവന്തിയായിട്ട് എല്ലാവരും ഞാൻ ഈ പറയുന്ന ചേംബറുമായിട്ട് ഇന്നലെയും തുടങ്ങിയല്ല ബന്ധം. ഞാൻ എൻ്റെ ഫെസ്റ്റിവൽ 2005 തുടക്കിയിട്ട് ഞാൻ പോയി ചേംബറിൽ നിന്ന് ഞാൻ അത് മേടിച്ചുകൊണ്ടാണ് ഞാൻ പോകാറ്. ഞാൻ അവരുടെ മീറ്റിങ്ങിൽ പോയി പറഞ്ഞ് ഞാൻ അവരെ സപ്പോർട്ട് മേടിച്ചുകൊണ്ട് ഞാൻ നടത്തിയിട്ടുള്ളതാണ്. അപ്പം നമ്മളിത് ചെയ്യുന്നത് വന്നിട്ടുള്ളത് ഒരു പുതിയ സംഭവമൊന്നുമല്ല, ഞങ്ങളിത് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് ഒരു കോസും കൂടിയുണ്ട്. ഞങ്ങളുടെ അമ്മയിൽ അവസരങ്ങൾക്ക് കുറഞ്ഞു പോയാൽ എല്ലാം അടിപൊളി അഭിനേതാക്കളാണ് ശരിക്കും. അപ്പോൾ അവരെ കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ ഞങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അവരെ തിരിച്ച് നിങ്ങളുടെ ഓർമ്മയിലേക്ക്, നിങ്ങളുടെ ഈ പറയുന്ന തലമുറയിലേക്ക് അവരെ കാണുമ്പോൾ നിങ്ങൾ പിന്നെ അവരെ ഇഷ്ടപ്പെടും. പിന്നെ അവരിവിടെ വന്നിട്ടുള്ള അവർക്ക് അവരുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ അവരുടെ സിനിമകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കും. കാരണം അത്രയും നല്ല പെർഫോമൻസ് തന്നിട്ടുള്ളതാണ്. അവരെ പല കാര്യങ്ങളും നിങ്ങൾ പഴയ ആക്ടേഴ്സിൻ്റെ മുഴുവനും കാര്യങ്ങളാണ് ഇന്ന് യൂട്യൂബിൽ ഓടുന്നത്. അവരെ നിങ്ങൾ ഡെഫിനറ്റായിട്ട് സ്ക്രീനിലേക്ക് കാണുമ്പോഴത്തേക്കും നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടുകയും നിങ്ങൾ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതെന്തോ ഒരു പല സിനിമയുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് പുതിയ വരുന്നവർ അവർക്ക് അവരിലേക്ക് എത്തപ്പെടാനോ അറിയപ്പെടാതെ ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അവരെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് എത്തിക്കുക, അതാണ് ഞങ്ങളുടെ ദൗത്യം. നിങ്ങളുടെ ഓർമ്മയിലേക്ക് എത്തുക.
ആ നിങ്ങളുടെ ഓർമ്മയിലേക്ക് നമ്മൾ അവരെ എത്തിക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു ദൗത്യമാണ് ഇതിനകത്ത് പറയുന്നത്. അത് ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ട് ഇവർ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കും, എനിക്ക് ഉറപ്പാണ്. കാരണം അമ്മയിലുള്ള എല്ലാ ആക്ടേഴ്സും ഉണ്ടല്ലോ ഹൈലി ടാലൻറ്റഡാണ്. അവരെല്ലാം വന്നിട്ട് 1-2 സിനിമകൾ ചെയ്തവരല്ല അവിടെ ഉള്ളത്. നിങ്ങൾക്കറിയാം, മിനിമം ഒരു 50-60 സിനിമകൾ ചെയ്ത ആൾക്കാർ ഇഷ്ടം പോലെ പേരുണ്ട്. പക്ഷെ അത് ഇപ്പോൾ പെട്ടെന്ന് വന്ന സിനിമ മാറിയില്ലേ, പെട്ടെന്ന് അവരൊന്നൊക്കെ ഒരു എയർ പോക്കറ്റിൽ വീണ പോലെ ആയിപ്പോയി സിനിമ. പെട്ടെന്നൊരു മാറ്റം വന്ന് പുതിയൊരു തലമുറ വന്ന് അവർക്ക് ഇവരെ അറിയില്ല. അതാണ് ബേസിക് പ്രശ്നം. ഇവരെ മാറ്റി നിർത്തിയതല്ല, ഇങ്ങനെ ഒരു ആൾക്കാരുണ്ടെന്ന് അറിയില്ല അവർക്ക്. സിനിമയിൽ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇവരെ നമ്മൾ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നാൽ, ഇപ്പം ഞാൻ അങ്ങനെയല്ലേ രണ്ടാമത് വന്നേ, ഒരു ഇടുക്കി ഗോളിലൂടെ അല്ലെങ്കിൽ കിളിബോയിലൂടെ അല്ലേ ഞാൻ പെട്ടെന്ന് ഈ ഒരു തലമുറ എന്നെ തിരിച്ചറിഞ്ഞത്. പിന്നെ എന്നെ യൂട്യൂബിൽ പോയി തപ്പിയെടുത്തിട്ടാണ് ഞാൻ ആരാന്ന് കണ്ടത്. എനിക്ക് ഒരുപാട് പേരെ എനിക്കറിയാം. അയ്യോ ഇയാളാണല്ലേ ഡിസ്കോ രവീന്ദ്രൻ എന്ന് പറഞ്ഞ് ഒരു കാര്യത്തിൽ ഒരു പേര് വിട്ട് എനിക്ക് കൊണ്ടുവന്നത്. നിങ്ങൾ അങ്ങനെയാ നിങ്ങളുടെ തലമുറ പറഞ്ഞ. ഇപ്പം ജഗദീഷ് കുറേ നാൾ സിനിമയുണ്ട്, ഇപ്പം രണ്ടാമത് ഭയങ്കര ബിസി ആയില്ലേ. എത്ര പേരുണ്ട് അങ്ങനെ? ഒരുപാട് ആക്ടേഴ്സ് അങ്ങനെയുണ്ട് ആക്ച്വലി.